നമ്മൾ തുറന്നു നോക്കാം. സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? വാവ്, ഞണ്ട്. വെൽക്കം ടു യൂണിസ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീക്കെൻഡിൽ ഒരു ഫിഷിങ്ങിന് പോയി. അപ്പോൾ കുറേ ഞണ്ടും അതുപോലെ തന്നെ കൂന്തളൊക്കെ കിട്ടി. അപ്പോൾ എടുക്കാൻ പോയ സ്ഥലം ഭയങ്കര ഇഷ്ടം, അതുപോലെ ലൈറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ആ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഞണ്ടുകളും അതിൻ്റെ കുറച്ച് കുക്കിങ്ങൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തുറന്നു നോക്കാം. സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? വാവ്, ഇതാ നമുക്ക് കിട്ടിയ സാധനം. ക്രാബ്, കാറ്റിൽ ഫിഷ്, നമ്മൾ ഈ പറഞ്ഞ കൂന്തള്, അതന്നെയാണ് ഇതിലുള്ളത്. കണ്ടാ, നമുക്ക് ഇനി ഇതൊരു വലിയ ചെമ്പിലിട്ടിട്ട് കാണാം. നാളെ ഞങ്ങളെ ഫുഡ് ഇതാണ്. ഞങ്ങളിന്ന് ഫിഷിങ്ങിന് പോയി, വീക്കെൻഡ് അല്ലേ, ഫ്രണ്ടിൻ്റെ ഒപ്പം. ഒരുപാട് ഞണ്ടു കണ്ട, ഈ സാധനം കണ്ട പിടിക്കാൻ പറ്റില്ല, കൈ കൊണ്ടുതന്നെ താഴ്ത്തു വെച്ചിട്ട് കൊണ്ടിച്ച് കാണിച്ചു തരാട്ടോ. നമ്മുടെ നാട്ടിൽ പലരും ചെറിയ കൂന്തളാൻ കണ്ടിട്ടുണ്ടാക്കുക. കണ്ട, ഈ സാധനത്തിൽ കൈയിൻ്റെ അത്ര വലിപ്പം 2 വെള്ളിയോളം കിട്ടും. ഇപ്പോൾ കിട്ടിയത് ഇത് കൈ വന്ന് മഷി ഇട്ടിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഒരു കണ്ട കൂന്തള് ഞണ്ട് കണ്ട, വലിയ അടിപൊളി ഞണ്ട്. നേരത്തെ കണ്ടില്ല, കുറേ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നാളെ ഞങ്ങൾ ന്യാൻഡു റോസ്റ്റാണ് ഞങ്ങളെ ഫുഡ്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്നായിരുന്നു. ഓക്കെ, കണ്ട, ഇതാണ് ഈ പറഞ്ഞ കാണാവ. നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞ് കൂന്തളല്ലേ ഇത്. കണ്ട, അപ്പം നിങ്ങൾ കൂന്തളും ഞണ്ടൊക്കെ കണ്ടില്ലേ? ഇനി കുക്കിങ്ങിന് മുമ്പ് നമുക്ക് കുറച്ച് മധുരം കഴിക്കാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 2 തരം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ഫ്രണ്ട്സിൻ്റെ വൈഫും. അപ്പോൾ അത് കഴിച്ചു നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ, അടിപൊളി കേക്ക് കണ്ടാ, ബട്ടർ സ്കോച്ച്. വാവ്, ഇനി തിന്ന് കഴിഞ്ഞിട്ട് അതിന് ടേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോട്ടോ എടുക്കാനുള്ള തിരക്കില്ല. കണ്ടാ, ഹോം മെയ്ഡ് ആണ്ടാ. ഓർഡേഴ്സ് തിരിക്കോ? നാസ് അഭിപ്രായം പറയും, എങ്ങനെ ഉണ്ടെന്ന്? സാധനമുണ്ട്, അടിപൊളിയാണ്, ഹോം മെയ്ഡ് ഉണ്ടാ. ഞാൻ നിന്നിട്ട് എൻ്റെ അഭിപ്രായം പറയട്ടാ. ഓ, സൂപ്പറായി കണ്ട, ഹണി കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കണ്ട. എൻ്റെ ലുക്ക് നോക്കിയേ. നമ്മൾ ക്ലീനിങ്ങിനുള്ള പരിപാടികളാണ് കേട്ടോ. ഞണ്ട് കണ്ടാ, ഞാൻ ഇതിലേക്ക് ബേസിനിൽ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം ജസ്റ്റ് ഇങ്ങനെ കാല് പൊട്ടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല വലിയ ഞണ്ടുകളാണ്. അപ്പം നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്യാം. നല്ല അടിപൊളി ഫ്രഷ് ഞണ്ടാണ് കേട്ടോ. ഇന്നലെ പുലർച്ചെ എത്തിയത്, പക്ഷെ ഇന്ന് രാത്രിയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിന് കാലൊക്കെ ഒന്ന് കട്ട് ചെയ്യാന്നാണ് നമ്മളെ വീഡിയോ ഒന്ന് കണ്ട് പഠിച്ചത്. ആദ്യം കട്ട് ചെയ്തിടാം. ആദ്യം വെള്ളത്തേക്ക് അതിൻ്റെ കച്ചടക്കം ഒന്ന് പോട്ടെ. അതെ, വലുതിൻ്റെ ആയ കാരണം കാര്യം നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ ലോക്ക് എടുക്കണം അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഇതുകൊണ്ട് പൊളിച്ച് കഴിഞ്ഞാൽ സൈഡിൽ മുള്ളു പോലെ ഉണ്ടെങ്കിൽ കണ്ട, അയ്യോ ഇതുണ്ട്. നമുക്ക് ഇനി വേണ്ട, ഗാർണിഷ് ചെയ്യാനൊക്കെ അങ്ങ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പൊന്ന് ഇല്ല, എന്നിട്ട് നോക്കാം. നമുക്ക് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഈ സാധനം ഉണ്ടല്ലേ, ഇതാണ് അവർ എല്ലാവരും കളയണത്. ഞാൻ ഇതുവരെ സാധനം തിന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിൻ്റെ കൂടുതൽ യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അതൊക്കെ പഠിക്കുന്നത്. ഈ സൈഡിലത്തെ ഈ ഞരമ്പുകൾ, ഇത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കളയാം.
കഴുകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെളി ഉണ്ടാവും ചിലതിൽ. നമുക്കിതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. സംഭവം ഈ ചിലവർ ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഭാഗം കളയാണ്ടിരിക്കുന്ന കാണലുണ്ട്. നമ്മൾ എന്തായാലും നമുക്ക് മസാല കയറാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് കളയാണ് നമുക്ക് നല്ലത്. ശരിക്കും മസാല ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ല ഈ കാലിൻ്റെ ഇത് കണ്ട ഇതൊക്കെ ഫുൾ ഇടാം കേട്ടോ. ഇതൊന്നും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇടാം, കുഴപ്പമുള്ളതൊന്നുമില്ല. വേണമെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ കാല് മാത്രം നമുക്കൊന്ന് ഒടിച്ചിടാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റും, കുഴപ്പമുള്ളതല്ല. അതൊക്കെ വലിയതിൻ്റെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടല്ലേ? അപ്പം നമ്മൾ കഴുകിയിട്ട് നമുക്ക് ഇതിലേക്കിടാം. ഇതിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ഈ ഫസ്റ്റത്തെ ഈ മെലിഞ്ഞ ലെഗ് കുഴപ്പമില്ല. ഇതിൻ്റെ വലുതിൻ്റെ ഈ ഭാഗം എടുക്കാൻ പറ്റും. ഇതെടുക്കുക, മറ്റേ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളെ ക്രാബ് നന്നാക്കിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ഭംഗിയൊന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ്, അപ്പോൾ അതിൻ്റെ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ കാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾക്ക് ഫ്രഷ് വേപ്പിൻ്റെ ഇലാണ് ഇടുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ്. കണ്ടാ, വേറെ ഒട്ടും പോകണ്ട. നമുക്ക് ഇച്ചിരി കൈ എത്തിക്കുക. കണ്ടാ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുള്ളൂ. മസാല പോലെ കണ്ടു. ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വാ, എന്താ സ്മെല്ല്! വാ, കണ്ടില്ലേ? ആ ഫ്രഷിൻ്റെ സ്മെല്ല് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഉണ്ട് കേട്ടോ. വാവ്, സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്മെല്ലുണ്ടല്ല, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ വല്ല സ്മെല്ലൊക്കെ കേൾക്കാനുള്ള വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ പൊളിച്ചായിരുന്നു. CP ഞാൻ പറയാത്തത് നിങ്ങളുടെ അളവ് പോലെ ഉണ്ടാക്കും. ഞങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കുകയാണത് ഇത്ര അധികം, അതുകൊണ്ട് ക്വാണ്ടിറ്റി മസാല പറഞ്ഞാൽ കൊള്ളാവും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ നിങ്ങളെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കൂട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഏകദേശം ആയി കഴിയുമ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ചെറുത് മൂടിച്ച് വേവിച്ചിട്ട് നമുക്ക് നിർത്തി കഴിക്കണത് ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമ്മളെ കറി സൂപ്പറായിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മളത് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ബ്രെഡാണ് ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേതൊക്കെ ഒന്നാഞ്ഞ് ഞണ്ട് തിന്നാൻ സ്ഥലമില്ലെങ്കിൽ വെച്ചിട്ടാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇന്നത്തെ ടേസ്റ്റ് നോക്കുന്ന ആളാണ് നഹാസ്. നഹാസ് എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. നഹാസേ തുടങ്ങി. എങ്ങനെ ഉണ്ടെന്ന് പറയും. ഓ, കാണുമ്പോൾ തന്നെ എനിക്ക് വീടെടുക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല കേട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പറാ? വാവ്, ഞാൻ തിന്നിട്ട് പറയാം. ഇനി ഞാൻ തിന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ്
ഞണ്ട് തിന്നണത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് മണം സൂപ്പർ തന്നെയാണ്. ഓ ഇത്ര ടേസ്റ്റ് ഒന്നും ആദ്യം അറിയണം കേട്ടോ. ഒരു സാധനം ചെമ്മീനൊക്കെ നല്ല സോഫ്റ്റായ അതിനാണ് ടേസ്റ്റ്. വീഡിയോ എടുക്കാൻ സമയമല്ല, ഈ തിന്ന് കഴിഞ്ഞിട്ട് കാണാം. നിർത്ത് മതി. നമ്മളെ ബാക്കിയുള്ള ഞണ്ടാണിത്. ഇവിടെ വലിയ പതർന്ന് വിളമ്പാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് കുഞ്ഞിയ പത്രത്തേക്ക് മാറ്റിയതാണ്. ഞണ്ട് തീറ്റ കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് ഇനി അടുത്ത സ്വീറ്റ്. ഇനി നേരത്തെ ഒരു കേക്ക് കണ്ടില്ലേ, ഇനി ഓറഞ്ചിൻ്റെ കേക്കാണ് ഇനി തിന്നാൻ പോണത്. ഓക്കെ, ഇനി അത് ഞാൻ കാണിച്ചു തരാം. അടുത്ത കേക്ക് ഇത് നമ്മൾ വേറൊരു ഫണ്ട് ഉണ്ടാക്കിയാണ്. രണ്ട് ഹോം മെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഓറഞ്ച് ഫ്രൂട്ട് കേക്കാണ്, ഹോം മെയ്ഡ്. ഇതാ കുട്ടി പട്ടാളങ്ങളൊക്കെ കേക്ക് കണ്ടപ്പോൾ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ ആണ്. കണ്ട അവരൊക്കെ കേക്ക് തിന്നാനുള്ളതിലാണ്. നെഹാസ് കേക്ക് കട്ട് ചെയ്യാനുള്ള തിരക്കിൽ. കണ്ട ഇനി കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. നമ്മുടെ നെഹാസ് സമർത്ഥമായി കേക്ക് കട്ട് ചെയ്യുകയാണ്. വാവ്. കാരണം അത് മാറ്റും, ആ കത്തി മാറ്റോ. അപ്പോൾ നമുക്ക് അടുത്ത കേക്കിന്റെ ടേസ്റ്റിങ് നോക്കാം. നമ്മുടെ നഹാസ് തന്നെയാണ് അടുത്തന്നെ ടേസ്റ്റ് നോക്കണത്. ഇത് ഓറഞ്ച് കേക്കാണ് കേട്ടോ. നോട്ടെ ശരിക്കാ ടേസ്റ്റ് ഇടട്ടെ, എന്നിട്ട് പറയും അങ്ങനുണ്ട്. ഇതൊരു കാര്യമുണ്ട്, ഇവന്റെ വൈഫിനുണ്ട്, അതുകൊണ്ടാണ് അവനെ കൊണ്ടാണ് ഞാൻ ആദ്യം തിരിച്ചത്. അപ്പൊ പിന്നെ ശരിക്കുള്ള അഭിപ്രായം തന്നെ പറയട്ടെ. അടിപൊളിയായിട്ട് സൂപ്പർ തന്നെയാണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ടാ, ഞാൻ കഴിച്ചിട്ട് തന്നെ എപ്പോഴും അഭിപ്രായം പറയേണ്ട വെച്ചിട്ടാണ്. സംഭവം അടിപൊളി തന്നെയാണ്. അപ്പോൾ കുക്കിംഗ് കേക്കൊക്കെ കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.